കേരളത്തിലെ SIR ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എന്ന മാധ്യമങ്ങളെ കാണും. 3 ദിവസം നീണ്ട ചർച്ചകൾക്കും അവലോകന യോഗങ്ങൾക്കും ശേഷമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം. ദില്ലിയിലെ അവസാനവട്ട വിലയിരുത്തലിന് ശേഷം കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. റഹീസ് റഷീദുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, നമ്മൾ കാത്തിരിക്കുന്ന തീയതി എന്നാവും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അവലോകന യോഗങ്ങളൊക്കെ നടത്തി 3 ദിവസമുണ്ടായിരുന്നു. അതിനുശേഷം SIR ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി ആയിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നതല്ലേ? ശ്രുതി, സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അദ്ദേഹത്തിനൊപ്പമുള്ള ടീമും അതാത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കാറുണ്ട്. 2 ദിവസമാണ് ആ സന്ദർശനത്തിന് വേണ്ടി ജ്ഞാനേഷ് കുമാറും ടീമും എറണാകുളത്ത് എത്തിയത്. ആദ്യ ദിവസം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പിറ്റേ ദിവസം ഇന്നലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ചീഫ് സെക്രട്ടറി, DGP അടക്കമുള്ള ആളുകളുമായും ചർച്ചകൾ നടത്തി. അതിനുശേഷം ആ ചർച്ചകളുടെ വിശദാംശങ്ങൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിനാവാം ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനത്തിൽ SIRമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഒക്കെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ട്. അതിനുള്ള ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. ഇവിടെ നിന്ന് പശ്ചിമ ബംഗാളിൽ കേരളത്തിൽ സന്ദർശിച്ചതുപോലെയുള്ള സമാനമായ സന്ദർശനത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും മറ്റംഗങ്ങളും പോകും. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുക. ഏതാണ്ട് ഒരു 15-ാം തീയതിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതകൾ. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.